ഇസ്രയേലി ആക്രമണത്തിൽ 75 പാലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുന്നുണ്ട്. ഖത്തറിലാണെങ്കിൽ ഹമാസുമായി വീണ്ടും ചർച്ചയുണ്ട്. ബിബി, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ മരണങ്ങൾക്ക് ഒരു അവസാനവും ഇല്ല. അതിങ്ങനെ ഈ പശ്ചിമേഷ്യയിലെ ഇങ്ങനെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണ് അമേരിക്കയിലെ കൊടുങ്കാറ്റ് വീശടിച്ച് 27 പേര് മരിച്ചത്. അപ്പോൾ ഈ ഇസ്രയേലിലെ കാര്യം പറയും. ഇസ്രയേലിൻ്റെ കാര്യം വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഇന്ന് പുലർച്ചെ വരുന്നത്. ഇന്ന് പുലർച്ചെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് 75 പേർ എന്ന് എഴുതിയതിന് തൊട്ട് പറയപ്പോൾ ഇപ്പോൾ 78 പേരായിരിക്കുന്നു. കഴിഞ്ഞ ഒരു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 3 പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 78 പേർ ഈ പുലർച്ചെ നടത്തിയ ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിലാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. പക്ഷേ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 140-ലേറെയാണ്. അതും കഴിഞ്ഞ 3 ദിവസം എടുത്താൽ, കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ വെള്ളി, ശനി, ഞായർ 3 ദിവസത്തിനുള്ളിൽ ഗസയിൽ 300-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നുള്ള അമ്പരപ്പിക്കുന്ന വാർത്ത കൂടിയാണ് വരുന്നത്. കാരണം ഇതിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 53,000 കടന്നെങ്കിലും കുറേ ഇടവേളയ്ക്ക് ശേഷം ഇത് വ്യാപകമായി വളരെ ഇൻറ്റൻഷനായിട്ട് സാധാരണക്കാരായിട്ടുള്ള പാലസ്തീനികളെ കൊലപ്പെടുത്തുക എന്നുള്ള രീതിയിൽ തന്നെ സിവിലിയൻ ഏരിയാസിൽ ആക്രമണം നടക്കുകയാണ്. വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലൊക്കെ ആക്രമണം നടക്കുകയാണ്. അപ്പം ഇവിടുന്ന് ഒരു തരത്തിൽ വംശഹത്യ എന്ന ആരോപണത്തെ ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിനിടയിൽ ഖത്തറിലെ ദോഹയിൽ ചർച്ച നടക്കുന്നുണ്ട്. ഹമാസും ഇസ്രായേലും തമ്മിൽ. ഹമാസ് ഒരു കാര്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് 58 പേരിൽ 9 ഇസ്രായേലി ബന്ദികളെ കൂടി വിട്ടയക്കാം. അതിന് ഇതായിട്ട് പറയുന്നത് പകരം 60 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം. ഒപ്പം തന്നെ പാലസ്തീനി തടവുകാരെ വിട്ടയക്കുകയും വേണം. എന്തായാലും ഇസ്രായേൽ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. അമേരിക്ക ഇസ്രായേലുമായി പിണക്കം അറിയിച്ചിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇസ്രായേലിനോട് സംയമനം പാലിക്കാനും വെടിനിർത്താനും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ കേട്ടിട്ടില്ല. എന്തായാലും ഇസ്രായേലിനെ കുറേ പ്രകോപിപ്പിച്ചത് അമേരിക്കയുടെ പൗരനായിട്ടുള്ള ഇസ്രായേലി സൈനികനെ മാത്രം വിട്ടയച്ചു ഹമാസ്. അതേസമയം ഇസ്രായേലി ബന്ദികളെ വിട്ടയച്ചില്ല. അതുകൊണ്ടൊരു പാഠം പഠിപ്പിക്കും എന്ന രീതിയിൽ കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ചർച്ചയിൽ ഹമാസിനെ പ്രതിക്കൂട്ടിൽ നിർത്തി ഡിഫൻസിലാക്കാനും ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ഇതിനെ കാണേണ്ടി വരും. എന്തായാലും ഇസ്രായേൽ ഹമാസ് ആക്രമണം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമായി തുടരുകയാണ്. അമേരിക്ക നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. 9 ഇസ്രായേലി ബന്ദികളെ വിട്ടയച്ചാൽ ഒരുപക്ഷെ 60 ദിവസത്തെ വെടിനിർത്തലിനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തുന്നില്ല. ഓക്കെ, താങ്ക് യു ബിബി ജെയിംസ്. അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് അവകാശവാദം വന്നിരിക്കുന്നു. അദ്ദേഹം യുക്രൈൻ പ്രസിഡന്റിനെയും അതുപോലെ പുടിനെയൊക്കെ വിളിച്ച് ഇപ്പം തന്നെ യുദ്ധം അവസാനിപ്പിക്കും എന്ന രീതിയിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ വാർത്തകൾ നിറയുകയാണ് നമ്മുടെ പ്രസിഡന്റ്. ഒരു രക്ഷയില്ല. എവിടെ ചെന്നാലും വാർത്ത, എപ്പോൾ ചെന്നാലും ഏത് പ്രശ്നം വന്നാലും ഞാൻ ഇടപെടാം, തീർക്കാം എന്നത് ട്രംപ് ഒരു ശൈലിയാക്കി മാറ്റിയിരിക്കുക. ഇന്ത്യ പാകിസ്ഥാൻ ഇതുണ്ടായപ്പോഴും പ്രശ്നം ഉണ്ടായപ്പോഴും ഏറ്റുമുട്ടൽ വന്നപ്പോഴും പറഞ്ഞു ഞാൻ ഇടപെട്ടാണ് നിർത്തിയത്. ഒരുപക്ഷെ അതൊരു മാനിയാണ് ട്രംപിന്. എന്തായാലും ട്രംപ് പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് റഷ്യയുടെ ഡ്രോൺ ആക്രമണത്തിൽ കിഴക്കൻ യുക്രൈനിലെ 9 പേർ, മിനി ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന 9 പേർ കൊല്ലപ്പെട്ടു. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളെ അട്ടിമറിക്കാൻ റഷ്യ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം സെലൻസ്കിയും ഉക്രൈനും ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ചർച്ചകൾ തുടരാനുള്ള സാധ്യതയുണ്ട്. ട്രംപ് തന്നെ പറഞ്ഞ പോലെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഞാൻ വിളിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും ഞാൻ വിളിക്കും. എന്ത് തരത്തിലും യുദ്ധം നിർത്താൻ ഞാൻ ശ്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ട്രംപ് പറഞ്ഞതിന് റഷ്യ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇന്ന് വത്തിക്കാനിൽ ലിയോ 14 മാർപ്പാപ്പയുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ അടക്കം അമേരിക്കയിലെ വൻ സംഘം എത്തുന്നുണ്ട്. അവിടെ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി എത്തുന്നുണ്ട്. അവർ തമ്മിൽ ഒരു പക്ഷേ ഇത് സംബന്ധിച്ച് ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ ഓർക്കുന്നുണ്ടാവും, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ
സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ഡൊണാൾഡ് ട്രംപ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉള്ളിലിരുന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായിട്ട് ചർച്ച നടത്തി, ചെറിയ 2 കസേരയിലിരുന്ന്. ഒരുപക്ഷെ അതിനുശേഷമാണ് റഷ്യയോടുള്ള നിലപാട് തന്നെ ട്രംപിന് മാറിയതും സെലൻസ്കിക്ക് അനുകൂലമായി പ്രതികരിച്ചതും. ഈ തരത്തിലുള്ള ചർച്ച അമേരിക്കൻ നേതാക്കളും സെലൻസ്കിയും തമ്മിൽ ഇന്ന് വത്തിക്കാനിൽ നടക്കാൻ സാധ്യതയുണ്ട്. താങ്ക് യു ബി ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായിട്ട് നമുക്ക് നാളെ കാണാം.